സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിൽ ജനങ്ങൾ അത്ഭുതപ്പെടുകയാണ്, ആശ്ചര്യപ്പെടുകയാണ്. കാരണം യേശുവിൻ്റെ സ്വരത്തിൻ്റെ അധികാരം, അവിടെ തിന്മയുടെ ഒരു ശക്തി ഉണ്ടായിരുന്നു, തിന്മയുടെ അശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ആ അശുദ്ധാത്മാവ് കയർത്തു എന്നാ പറയുക, ഒച്ചയുണ്ടാക്കി, ബഹളം വെച്ച് ഈശോയെ പേടിപ്പിക്കാൻ നോക്കിയതാ. നമ്മൾ ചിലരൊക്കെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നവരുണ്ട്, ബഹളം വെക്കുന്നവർ. പലരും ഓർക്കും ഇത് അവന് ഭയങ്കര ആരോഗ്യമുണ്ട്, ശക്തിയുള്ളതുകൊണ്ടാണ്. പക്ഷെ ബഹളം ഉണ്ടാക്കുന്നവരൊരു സത്യം തിരിച്ചറിയണം. അവർ പേടിച്ചിട്ടാ, ഭയപ്പെട്ടിട്ടാ ഈ ഒച്ച ഉണ്ടാക്കുന്നത്. നിന്റെ ജീവിതത്തിൽ നിനക്ക് പേടിയുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് നീ ബഹളം വെക്കുന്ന വ്യക്തിയാണോ ഇല്ലയോ എന്ന് അറിഞ്ഞാൽ മതി. ശാന്തനായിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ ധൈര്യവാനാണെന്നാണ്. എന്തു വന്നാലും ശാന്തതയോടെ യാത്ര ചെയ്യും. സ്നേഹമുള്ള സഹോദര സഹോദരി, ഇതാ അശുദ്ധാത്മാവിനെ ഈശോ പുറത്താക്കുകയാണ്. മിണ്ടിപ്പോരെന്ന് പറഞ്ഞു. ഇത്രമാത്രം അധികാരമുള്ളവൻ, ശക്തിയുള്ളവൻ നമ്മുടെ കൂടെ വസിക്കുന്നു. വചനം നമ്മുടെ ഇടയിൽ വസിക്കുന്നു. ശക്തിയുള്ളവൻ, സർവശക്തൻ. ആ ബോധ്യം മനസ്സിലാക്കി ഈ കൃപാജീവിതം മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അഗ്നിയാൽ നിറയ്ക്കണമേ, അഭിഷേകമായി നിറയണമേ. അഗ്നിയാൽ അഭിഷേകം ചെയ്തന്നെ പുതുജീവനേ കിടണേ. അഗ്നിയാൽ നിറയ്ക്കണമേ, അഭിഷേകമായി നിറയണമേ. അഗ്നിയാൽ അഭിഷേകം ചെയ്തന്നെ പുതുജീവനേ കിടണേ. ആത്മാവേ തീനാളമായി ദാസരിൽ വന്നു നിറയണമേ. ആത്മാവേ തീനാളമായി ദാസരിൽ വന്നു നിറയണമേ. അഭിഷേകമായി അനുദിനവും അരൂപിയെ പറന്നിറങ്ങണമേ. അഭിഷേകമായി